ചിക്കൻ കറിയുടെ റെസിപ്പി ആട്ടോ എന്ന് വരുന്നത്. അപ്പം ഞാനിതിൽ കുറച്ച് ഒണിയൻ, അതായത് ഒരു ഒണിയൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ ഇതിലേക്ക് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 2 ഏലക്കായ ഇതുപോലെ പൊട്ടിച്ചിട്ടാട്ടോ വെച്ചിട്ടുള്ളത്. അതുപോലെ 2 ഗ്രാമ്പു. അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു 3 സവാള ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ചേർത്തെടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി ഏകദേശം പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. ഇതുപോലെ വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാനുണ്ട് കേട്ടോ. മുളക് പൊടി 2 ടേബിൾ സ്പൂണ്, 1 ടീസ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ, കാരണം പൊടി തീർന്നു പോയി. ഈ പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റി ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2 തക്കാളി, വലിയ വലിപ്പമൊന്നുമില്ല കേട്ടോ, ചെറിയതിന് 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 9 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ആട്ടോ. ഇനി നമുക്ക് ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട കറിയിലേക്ക്. ഈ ഒരു പേസ്റ്റ് ഇതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ, അടിപൊളി സ്മെല്ലാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് മുളക് ഒരു പച്ചമുളക് ഇടണമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ ആ കാര്യം വിട്ടുപോയിട്ട് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടി മറന്നുപോയി. വേണമെങ്കിൽ എരിവൊക്കെ നോക്കി കുറച്ച് എരിവൂടി വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഒന്ന് എരിവ് നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇപ്പം ചേർത്തു. അപ്പം ഞാൻ നോക്കിയപ്പം എരിവ് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചിക്കനും കൂടി വരുമ്പോൾ നമുക്ക് എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു പച്ചമുളക് നടു ചീന്തി ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ശരിക്കും ആ എണ്ണയിൽ ഒന്ന് മൊരിഞ്ഞിട്ട് വേണമായിരുന്നു നമ്മൾ ആ തുടക്കത്തിൽ സ്പൈസസ് ഒക്കെ ചേർത്ത് ടൈമിൽ വേണമായിരുന്നു ചേർക്കാൻ. ഞാൻ വിട്ടുപോയി ആ കാര്യം. അതിലിപ്പോൾ ഇതിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ്. ഇതിങ്ങനെ ഇടുമ്പം ചിലപ്പം എരിവിൻ്റെ കുത്തലുണ്ടാവും അറിയില്ല. ഞാൻ ജസ്റ്റ് ഇട്ട് ടേസ്റ്റ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ കറീൻ്റെ. അപ്പോൾ നമ്മൾ മസാലകളൊക്കെ കറക്റ്റാണേ, ഞാൻ ഇട്ടിട്ടുള്ളത് കറക്റ്റ് പാകമാണ് നോക്കിയപ്പോൾ. ഈ ഉപ്പ് ചിക്കൻ ചേർത്ത് മൊത്തത്തിൽ ഒന്ന് ഇളക്കുമ്പോൾ ഒന്ന് നോക്കിയിട്ട് അപ്പം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ഞാൻ അതുകൊണ്ട് ഇപ്പം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. ആ ഉള്ളി വഴറ്റുമ്പോൾ ഇട്ടിട്ടുള്ള ആ ഉപ്പ് തന്നെയാണ് എപ്പോഴും ഉള്ളത്. അപ്പം ഞാൻ നോക്കി ചിക്കനും കൂടി ചേർക്കുമ്പോൾ നോക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഈ മസാലയിലേക്ക് ചിക്കൻ ഒന്ന് കുറച്ചൊന്ന് തീ കൂട്ടിയേക്കാം കേട്ടോ. കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് കൊടുക്കും. അതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ട് ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒഴിച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോഴും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. ഞാനിനി ഇതിൽ ആവശ്യത്തിന് ഇനി വെള്ളം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഉപ്പ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഉപ്പ് നമുക്കിനി എത്രയാണോ വേണ്ടത് അത് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ എന്താ ജാറിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ.
നന്നായി തിള വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച്, അപ്പം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 6 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ 6 വിസിൽ വന്നിട്ടോ. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ ചിക്കൻ കറി റെഡി ആയിട്ടും ഉപ്പും മുളകും എല്ലാം കറക്റ്റാണ്. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണ, പേരെഴുത്തുള്ളി ഗരം മസാല കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിച്ചെപ്പും കറിവേപ്പിലയും ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് നമുക്ക് മൂടിയേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു ടൈമെങ്കിലും ഇങ്ങനെ ഉണ്ടായിപ്പോൾ അടിപൊളി ടേസ്റ്റാണ്.